വേൾഡ് കപ്പ് പരിപാടിയൊക്കെ ഇട്ടുകാണ്ട് നമ്മള് വെറും 55,000 റുപ്യക്ക് കൊടുക്കും കേട്ടോ. 55,000 ഇത് പേപ്പറൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ആകെ വെറും 70 ജില്ലാന്ന് കിലോമീറ്റർ ഓടിയ വണ്ടി 1,35,000 റുപ്യക്ക് കൊടുക്കണം. 2011 മോഡല് മറ്റേ ആൾട്ടോ കിട്ടൂല ഈ റേറ്റ് ഫുൾ ഗ്യാരണ്ടി ആക്കിയിട്ട് 1,25,000 റുപ്യ കൊടുക്കണം. 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് 1,50,000 റുപ്യ 2011 മോഡൽ VXi ഒന്നിന്റെ താഴെ ഓട്ടം ഹിസ്റ്ററി ഒക്കെ എല്ലാം ഒരു 26,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. വെറും 26,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് 2008-09 രജിസ്ട്രേഷൻ വണ്ടി. 29 വരെ പേപ്പറും കാര്യമല്ല. കിഡ്കാച്ച് സിംഗിൾ ഓണർ ഒന്നിന്റെ താഴെ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഏത് വണ്ടി അടിപൊളി സീറ്റ് നമ്മളങ്ങനെ ഏകദേശം ഒരു 1-2 ആഴ്ചന് ശേഷം വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോഡൽസിലെ വീടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് വണ്ടികൾ പോയി. പുതിയ സ്റ്റോക്കുകൾ കുറെ ഒരു 10-40 വണ്ടികൾ കയറിയിരിക്കണോ. 2-3-4 പാർട്ട് വീട് എന്തായാലും വരും. നമ്മളെ കൂടുതൽ റഷീഖ് നമ്മളെ വീഡിയോയിലേക്ക് സുഖല്ലേ? ഉഷാറാണല്ലേ? നിങ്ങളും ഞാനും എടുത്തുക്കുന്ന വണ്ടി കറുപ്പ് എല്ലാം കറുപ്പല്ലേ? മനസ്സ് കറുപ്പ്. എന്നാ ലൊക്കേഷൻ പറഞ്ഞേ. നമ്മളെ ലൊക്കേഷൻ മഞ്ചേരി 5 കിലോമീറ്റർ, മലപ്പുറത്ത് 5 കിലോമീറ്റർ. ഇവിടെ സൗദിപ്പടി എന്നാ പറയല്. പാണായി സൗദിപ്പടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റോഡ് പോലെ വിളിച്ചോട്ടെ. അപ്പൊ നമ്മള് ലൊക്കേഷനോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും 3-4 നമ്പർ 667 അരുണാറിന്റെ നമ്പറിൽ അതിൽ നോക്കിയാൽ തന്നെ കടയിലത്തെ ഫുള്ള് വണ്ടിയുടെ ഡീറ്റെയിലും ഫോട്ടോ ഒക്കെ കിട്ടും. വില നോക്കണ്ട, അത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും. കുറെ വണ്ടികളുണ്ട്, ചെറു വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും ഉണ്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റിയാളൊക്കെ 40-50 ഒക്കെ വരാനുണ്ട്. ആൾട്ടോള് വരാൻ കുറഞ്ഞ 10-65 റുപ്യന്റെ LXi-കളൊക്കെ വരാനുണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും ഇപ്പൊ വിളിച്ചോട്ടെ. വണ്ടി ഇങ്ങനെ വരുമ്പത്തിന് പോയി മാറി മാറി വന്നുകൊണ്ട് കുറെ കയറാനുണ്ട്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഒരു 5-6 വണ്ടികൾ കയറാനുണ്ട്. കൊണ്ടമാനം പണിയിലാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആൾട്ടോകൾ ഇപ്പൊ കുറഞ്ഞത് വന്നത് 75-65 ആ റേഞ്ചിലൊക്കെയാണ്. നല്ല വണ്ടികള് ഗ്യാരണ്ടി ഉള്ള വണ്ടികള്. 40-45 റേഞ്ചിലൊക്കെ മാറ്റി 75 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 55 റുപ്യക്ക് സാൻഡ്രോ കൊടുക്കാം. 1.25 വാഗണർ. ആൾട്ടോകൾ 1.10 റുപ്യ, 1.25, 1.5, 1.800, 2 റുപ്യ പല റേഞ്ചിലല്ലേ ചെറുവണ്ടികളെ മെയിൻ ആയിട്ടുള്ളത്. ചെറുവണ്ടികളാണ് കാര്യമായിട്ട്. അതെ, മേജർ ആക്സിഡന്റും ഫ്ലഡും അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ചെയ്യാനല്ലേ. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ, ഒക്കെ വീഡിയോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിലേക്ക് കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത്. നേരെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ ഇന്നേരെ കൊടുക്കാത്ത വിലക്കല്ല അടിപൊളി അൾട്ടോന്റെ കൈക്ക് I20 കൊടുക്കും. ആൾട്ടോന്റെ പൈസ കൊടുക്കും. ഫുൾ സെറ്റ് ആക്കിയിട്ട് പോളിഷ് ചെയ്ത് അടിപൊളിയാക്കി ഇപ്പൊ എടുത്ത് വരികയാണ്. ഇപ്പൊ ഓഫറിലാ കൊടുക്കണം. നമ്മൾ ആദ്യത്തെ വണ്ടി ഫസ്റ്റ് പാർട്ടിലെ വണ്ടി തന്നെ ഓഫറിലൊക്കെ വണ്ടി ആകെ വെറും 70 ജില്ലാന്ന് കിലോമീറ്റർ ഓടിയ വണ്ടി 1,35,000 റുപ്യക്ക് കൊടുക്കണം. 2011 മോഡല് മറ്റേ ആൾട്ടോ കിട്ടൂല ഈ റേറ്റിന്. ആ റേറ്റിനാണ് നമ്മൾ അടിപൊളി I20 4 പുത്തൻ ടയറ് കാര്യം കമ്പനി സീറ്റ് കമ്പനി സെറ്റ് കാര്യമൊക്കെ ഉണ്ട്. 1,35,000 റുപ്യക്ക് 74,000 കിലോമീറ്റർ ഓടിയ I20 ആണ് നമ്മള് 2010 ലാസ്റ്റ് വണ്ടി കൊടുക്കുന്നത്. അതെ, അതും ഗ്യാരണ്ടി അല്ലേ? ഫുൾ ഗ്യാരണ്ടി. ആകെ 74,000 കിലോമീറ്റർ ഓടിയ 4 കരിമ്പുത്തൻ ടയറ് കാര്യമൊക്കെ അല്ല. നല്ല ഗ്യാരണ്ടി പ്രൈസ്. മാഗിന വണ്ടി കേട്ടോ. ഇതൊക്കെ ആദ്യം വിളിക്കുന്നവർക്കേ കിട്ടുള്ളൂ. അതെ, ആ ഗ്യാരണ്ടി നല്ല അടിപൊളി ഒരു വെറും ആൾട്ടോന്റെ പൈസ. 4 പുത്തൻ ടയർ 74,000 കിലോമീറ്റർ ഓടിയ വണ്ടി. KL55 റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. നല്ല വണ്ടി. ഇതൊക്കെ ആൾ കേരള ഡെലിവറി. നമ്മൾ ആദ്യം വിളിച്ചവർക്ക് ഓഫർ ഇട്ടു. ഒന്ന് കേൾക്കാനുണ്ട് പോളിഷ്. ഇപ്പൊ വരികയാണ്. അടിപൊളിയാക്കി. ഇപ്പൊ തന്നെ ഒന്നുമില്ല വണ്ടി കേൾക്കേണ്ടി പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടിപൊളിയാക്കി എന്നാലും കൊടുക്കും. ഇത് 1,35,000 റുപ്യ. അൾട്ടോന്റെ കൈക്ക് ഫ്ലൂഡിക്ക് 1,35,000 റുപ്യ. കേരളത്തിൽ കിട്ടും? എവിടെ കിട്ടും? ഒക്കെ അന്വേഷിച്ചിട്ട് വിളിച്ചാൽ മതി. 74,000 കിലോമീറ്റർ. കമ്പനി സർവീസ് നല്ല വണ്ടിയാണ്. നല്ല 55, 71, 80, 50. പിന്നെ ദുനിയാവ് കിട്ടാത്ത അടുത്ത ബീറ്റിലെ
ബീറ്റ് ഇത് 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. ആകെ പിന്നെ ഒന്നിന്റെ താഴോട്ട് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല ഗ്യാരണ്ടി വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇത്. ഇപ്പൊ ഇന്ന് എടുത്ത് പോളിഷ് ഒന്നും ചെയ്യാല്ല, എന്നാലും ഒക്കെ നമ്മള് ഫുൾ ക്വാളിറ്റി ആക്കിയാ കൊടുക്കാം. പോളിഷ് ചെയ്യല്ല, എന്നാലും ചെയ്ത് ഒക്കെ അടിപൊളിയാക്കിയാ കൊടുക്കും. 2013 സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ 70 MB ഉള്ളില് ഓട്ടം. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയിലെ വണ്ടി. കിടുക്കാച്ചി വണ്ടി. 78 MB താഴെ ഓടിയിട്ട് സ്ക്രീന് സെറ്റ് കാര്യമൊക്കെ ഉണ്ട്. AC പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ വർക്കിംഗ് ഇല്ല. നല്ല വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി കുറഞ്ഞ വിലന്റെ ആൾക്കാർ വണ്ടികൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിട്ടോ, അത് ഫോട്ടോ എടുക്കണ്ട. കുറച്ച് ടയർ കാര്യങ്ങളൊക്കെ മാറ്റല്ല, ഒക്കെ വൃത്തിയാക്കിക്കാണ്ട് ഫുൾ ഗ്യാരണ്ടി ആക്കിയിട്ട് 1,25,000 റുപ്യ കൊടുക്കാം. 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,25,000 ഡീസൽ വണ്ടി കേട്ടോ. 10-20 കിലോമീറ്ററിന്റെ മോൾക്ക് ഗ്യാരണ്ടിയിലെ മൈലേജും കിട്ടും. എന്തായാലും ഡെലിവറി കൊടുക്കും. അതെ അതെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ZS-ലാണ്. തോണുമ്പോ കിട്ടില്ല, കാണുമ്പോ വാങ്ങാൻ പറ്റുന്നതാണ്. അതെ, ഇത് ZS-ലോ VXi വണ്ടി. ഫുള്ള് 2011 മോഡൽ കേട്ടോ. 98,000 കിലോമീറ്റർ ഓട്ടം. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല, ഒരു പരിപാടി. AC പവർ സ്റ്റാരിങ്, 4 ഡോർ, വിൻഡോ, പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വണ്ടി. അടിപൊളി നല്ല വണ്ടി. 1,55,000 റുപ്യ K സീരീസ് വണ്ടി കേട്ടോ. 11 മോഡൽ വണ്ടി കേട്ടോ. അതും വില കുറച്ച് കൊടുക്കും. നല്ല ബാക്ക് വൈപ്പർ കാര്യമൊക്കെ അല്ല. VXi ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. എല്ലാ സംഭവം ഓടിക്കണ ഒന്നിന്റെ 98,000 കിലോമീറ്റർ ഓടിക്കണം. ഓണർഷിപ്പ് ഇത് നോക്കണം, 2ഓ 3ഓ അങ്ങനെ എന്തോ അയക്കണേ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല, ഒരു പരിപാടി. മഴക്കാലത്ത് ചെറിയ കായ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അടിപൊളി കണ്ടമാനം പുതുവണ്ടികൾ വന്നിക്കണേ. വേഗം വിളിച്ചോളി കാണുന്നതിന് ആവശ്യക്കാര്. അതെ അതെ. ഒരു പേടിയും പഠിച്ച നല്ല വണ്ടി ചെറിയ കായ്ക്കാൻ കൊടുക്കും. അതെ അതെ. എത്ര വായിക്കുന്ന ഇത് നമുക്ക് 1,55,000 റുപ്യ. 2011 മോഡൽ VXi. ഒന്നിന്റെ താഴെ ഓട്ടം. ഹിസ്റ്ററി ഒക്കെ ഉള്ള 1,55,000 റുപ്യ കൊടുക്കാം. കുറച്ചും കൊടുക്കാം. അതെ അതെ. ലോൺ കയറും. 85,000 റുപ്യന്റെ ZS-ൽ അവിടെ പിന്നെ 1,30 ഏതാ വേണ്ടി ചോദിച്ചോട്ടെ. എല്ലാം ഒന്നും ഒരു വീഡിയോയില് കാണൂല. രണ്ടാമത്തിലും 3-ാമത്തിലൊക്കെ ആയിട്ട് കാണുള്ളൂ. ഇതിമേ ലോണിന്റെ അഭിപ്രായം ഒരു 10-25 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. 11 മോഡൽ VXi. അതും പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഇത് K സീരീസ് എങ്ങനെയാലും ഒരു 17, 16, 17 റേഞ്ചില് സെയിം ഇഞ്ചനായിരുന്നു. അടുത്ത വണ്ടി വീണ്ടും ചെറിയ ആൾട്ടോണൂർ. എന്താ വണ്ടിയൊക്കെ വണ്ടിക്കാണ് വില. 2014 മോഡൽ വണ്ടി കിട്ടും. 2014 നല്ല നല്ല വൃത്തിയുള്ള വണ്ടി. ചൊർക്കില്ല, റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ആൾട്ടോണൂർ ചോദിക്കണാണെങ്കിൽ നേരെ വന്നോളൂ. ചെറിയ കായ് കൊടുക്കും. നമുക്ക് 2 റുപ്യക്ക് 2014 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം. 2 ലക്ഷം റുപ്യക്ക് 14 മോഡൽ LXi. ഒന്നിന്റെ താഴെ ഓട്ടം. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. സെക്കൻഡ് ഓണർ. നല്ല കിടിലം വണ്ടി. ഏകദേശം നമുക്ക് ഒരു 1,80 10-20 റുപ്യ ഉണ്ടെങ്കിൽ ഇതിന്മേൽ ലോൺ ചെയ്ത് കൊടുക്കാം. ഗ്യാരണ്ടി വണ്ടി. സ്പീക്കർ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡാഷ്ബോർഡ് എല്ലാം നല്ല അടിപൊളി. AC പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ വർക്കിംഗ് ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ടയർ കാര്യമൊക്കെ ഒരു 50-60% ടയർ ഉണ്ട്. അതെ. ഇത് കറക്റ്റ് ഓട്ടം ഒന്നിന്റെ താഴെയാണ്. 80-90 ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചാവി എടുത്ത് നോക്കാം. ഒന്നിന്റെ താഴെ ഹിസ്റ്ററി ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് കമ്പനി ഹിസ്റ്ററി, സർവീസ് ഹിസ്റ്ററി ഒക്കെ എല്ലാം ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ട്. റീപ്ലേസ് ഒന്നും നല്ല ആൾട്ടോണൂർ ഉദ്ദേശിക്കുന്നവർക്കാണ് ഇത് ഗ്യാരണ്ടി കൊടുക്കാം. കുറച്ച് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെ ചെയ്യാണ്ടാവുള്ളൂ. പക്ഷെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അത് ഗ്യാരണ്ടി. ഡെലിവറി അത് എവിടെ വേണേലും. അടുത്ത വണ്ടി നല്ല മൈലേജ് അടിപൊളി നാന ചോദിക്കണവർക്കാണ് ഇത് കൊണ്ടോ. വെറും 26,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. വെറും 26,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ലാത്ത 14 മോഡൽ വണ്ടി. 14 മോഡല് വെറും 80,000 റുപ്യ കൊടുക്കട്ടെ. വെറും 80,000 റുപ്യക്ക് 26,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കും. ഫുൾ ക്വാളിറ്റി AC പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി.
വേറെ ഞാനും ആരെയും ഉദ്ദേശിക്കുന്നുണ്ടോ 80,000 കൊടുക്കും. അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടില്ല. അതെ ഇന്നത്തെ എത്ര ഓടിക്കണം? 26,000 സിംഗിൾ ഓണറേ. ആകെ 26,000 സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നും ഒരു പരിപാടില്ല. ഏതാ ഡാഷ്ബോർഡില് വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന പോലാണ് കൊണ്ടേക്കോളൂ. അതെ, അങ്ങനത്തെ പറ്റുണ്ടില്ല. അതെ അതെ, ഷോറൂം ഉണ്ടെങ്കിൽ ആ കണ്ടീഷനിൽ കൊടുക്കും ചെയ്യാം. അതാ ഗ്യാരണ്ടി നമ്മൾ പറയുന്നത്. അതെ അതെ. എത്ര? വെറും 80,000 അടിപൊളി ഞാനാണ് കൊടുക്കാല്ലേ? ഞാനാ കൊടുക്കാം. ഐ മീൻ കൊറയാ പക്ഷേ അടുത്ത വണ്ടി നല്ല അടിപൊളി ചെറിയ കായിന്റെ ആൾട്ടോ ചോദിക്കുന്ന ആൾട്ടോ കൊടുക്കാം. നല്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണിത്. എപ്പോഴും ഫസ്റ്റ് ഓണർ. എത്ര മോഡൽ പറഞ്ഞാണ് ഇത് 2008 മോഡൽ 9 റേസർ 29 റിന്യൂവലും കാര്യമൊക്കെ ഉള്ള വണ്ടി. നല്ല വൃത്തിക്കാരെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി. നോക്കി ഇതിന്റെ ഉള്ളും സൈഡും ബോഡിയൊക്കെ ഒന്ന് ഫോട്ടോ വിട്ടുകൊടുക്കുക. എപ്പോഴാണ് വണ്ടിന്റെ 1,10,000 29 പേപ്പർ എടുത്ത വണ്ടി കൊടുക്കട്ടോ. 1,10,000 നല്ല വണ്ടി സിംഗിൾ ഓണർ ഫസ്റ്റ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഗ്യാരണ്ടി വണ്ടി KL 55C 1424 നമ്പർ. നല്ല അടിപൊളി ബോഡി. എടുക്കുന്നവർക്ക് പണിയില്ലാത്ത ഗ്യാരണ്ടി എവിടെ വേണ്ടത് പോലെ വർക്ക്ഷോപ്പിലും കാര്യമൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പുതിയ വണ്ടികളാണ് ഈ കിടുകാച്ചി വണ്ടികൾ. ഇതൊക്കെ പിന്നെ ഞങ്ങള് വിറ്റ് ചോദിച്ചു. ഒരാഴ്ച കൊണ്ട് പിന്നെ വിളിച്ചു. അവത്തിന് വണ്ടി സെയിലായി. അപ്പൊ ആദ്യം കാണുന്നവര് താല്പര്യമുള്ള വണ്ടിയാണെങ്കിൽ വേഗം വിളിക്കാം. പെട്ടെന്ന് പിന്നെ എല്ലാ വണ്ടിയും കൂടി ഒന്നും നമുക്ക് ഇതിൽ ഇടാൻ കഴിയൂല. അപ്പൊ ഏത് വണ്ടിക്ക് വേണേലും വിളിച്ചോട്ടെ. പരന്ന് കിടക്കാണ് വണ്ടി. ഇത് ഓട്ടം 1,20 അങ്ങനെ എന്തോ ഓടിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ് 1,18 1,20 ഓടിക്കുന്നുണ്ട്. 1,10,000 കൊടുക്കാം. കുറച്ചും കൊടുക്കാം. കുറച്ച് വലിയ കുറയാണ്ടല്ലോ. പക്ഷെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ലോൺ കയറുമ്പോ ലോണൊക്കെ നമുക്ക് ഒരു ഏകദേശം ഒരു 80-90 ആ റേഞ്ചിൽ ലോൺ കയറ്റി കൊടുക്കാം. 20,000 മുടക്കില്ല. ഒരു 10,000 മുടക്കില് ഒരു ഏകദേശം ഒരു 20-30 ആ റേഞ്ചിലൊക്കെ മുടക്കില് വണ്ടി ഇറക്കാം. 10 പോയിന്റ് എന്തായാലും മൈലേജും കിട്ടും. ഡെലിവറിക്കാണ് ആൾ കേരളം കൊടുക്കും. പക്ഷേ നല്ല അടിപൊളി മാരുതി ഉദ്ദേശങ്ങളൊക്കെ പറ്റ അടിപൊളി മാരുതി ചോദിക്കാം. മാരുതി ഉണ്ടോ ചോദിക്കണവർക്ക് പറ്റിയൊരു വണ്ടി. 2008-9 രജിസ്ട്രേഷൻ വണ്ടി. മോഡൽ ഉണ്ടോ? 29 പേപ്പറും കാര്യമല്ല. കിഡ്കാച്ച് സിംഗിൾ ഓണർ 1ന്റെ താഴെ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഏത് വണ്ടി അടിപൊളി സീറ്റ് അവർ സെറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ക്വാളിറ്റി വണ്ടി കേട്ടോ. ടയറ് കാര്യം മാരുതി AC വേണമെന്ന് അറിയുന്നവർക്ക് ഗ്യാരണ്ടിയിൽ കൊണ്ടോ. AC ഒക്കെ വർക്കിംഗ്. ഫസ്റ്റ് ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് മാരുതി. എന്താ വണ്ടി നോക്കി നിങ്ങള്. വണ്ടിക്കാണ് വില. വേക്കുന്ന മുന്നൊക്കെ ഒന്ന് എടുക്കി. നല്ല ചൊറുക്കുള്ള 29 പേപ്പറിലെ AC സിംഗിൾ ഓണർ 1ന്റെ താഴെ ഓണം കറക്റ്റ് ഓട്ടല്ല വണ്ടി. വേഗം വേണ്ടിയവർ ആദ്യം വിളിച്ചോടി. ആദ്യം കിട്ടും. 88,000 കിട്ടോ. 88,000 29 പേപ്പറിലെ AC സിംഗിൾ ഓണർഷിപ്പ് 1ന്റെ താഴെ ഓടിയ മാരുതി കൊടുക്കുക. അടിപൊളി കവറ് കാര്യങ്ങളൊക്കെ കണ്ടില്ല. അടിപൊളി വണ്ടി പറഞ്ഞാ ഒരു 500 റുപ്യന്റെ പണി പോലെ ഉണ്ട് അറിയണെങ്കിൽ പൈസ റിട്ടേൺ കൊടുക്കും. അതാ ഗ്യാരണ്ടി. ഗ്യാരണ്ടി ഉള്ള അടിപൊളി അടിപൊളി. വേറെ 88,000 ലോണറോ? ലോണ് ഇതൊക്കെ സെറ്റ് ലോണൊക്കെ കയറും. നമുക്ക് എത്ര കിട്ടാലോ വെറും 88,000. അതും കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയില്ല. അതെ അതെ. ഏതാ അടിപൊളി ജെന്നസിലോ K സീരീസ് 2009 ലാസ്റ്റ് പുതിയ പേപ്പർ എടുത്ത വണ്ടി. പുതിയ പേപ്പർ നല്ല 4 പുത്തൻ ടയറ് കാര്യൊക്കെ അല്ലേ. നല്ല വണ്ടി കേട്ടോ. ഒരു വെറൈറ്റി കളറും വെറൈറ്റി കളറുമാണ്. നല്ല അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അതെ K സീരീസ് ആട്ടോ. K സീരീസ് അപ്പൊ മൈലേജ് ഉണ്ടോ? ന്യൂ ടൈപ്പ് വണ്ടി. ന്യൂ ഷേപ്പ് ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ഓടിക്കണം അങ്ങനെയാണെങ്കിൽ? ഇത് 1 ഓട്ടം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. നല്ല വൃത്തിയുള്ള വണ്ടിയായത്. പോളിഷിലാണ് ഇപ്പൊ വണ്ടിയില്ലേ. നമുക്ക് പോളിഷ് കഴിഞ്ഞ സീറ്റാറ് നല്ല ഇന്റീരിയർ ഒക്കെ എല്ലാം വണ്ടിയാ. 1,30 കൊടുക്കട്ടെ. നല്ല വണ്ടി. വെറും ഒരു ആൾട്ടോ പൈസക്കെ നല്ല ഹൈറ്റില് വാഗണറിന്റെ യാത്ര ചെയ്ത് പോവാം. 1,30,000 അടിപൊളി വെറൈറ്റി കളറ് ന്യൂ ഷേപ്പ് നല്ല കിടിലം വണ്ടി. റീപ്ലേസ് ചെയ്യണ്ടോ? മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് 1 ഓട്ടം. നമ്മൾ നോക്കിയിട്ടില്ല. ഒറിജിനാലിറ്റി വണ്ടിയാണ്. 1,30,000 വെറും 1,30,000.
കൊടുക്കാറല്ലേ? ലോൺ ലോണൊക്കെ ഉറപ്പ് എങ്ങനെയാലും കൊടുക്കാം. ലോൺ കയറ്റി കൊടുക്കാം. ധൈര്യമായിട്ട് വന്നാൽ മാത്രം മതി. ആനക്കൊമ്പിന്റെ കളറിലുള്ള അടിപൊളി നല്ല 1996 മോഡല് തന്നെ കേട്ടോ. 96 മോഡല് പഴയ വിന്റേജ് വണ്ടി. വിന്റേജ് നമ്പർ ആനക്കൊമ്പിന്റെ കളറാണല്ലേ? അതെ, നമ്മള് സർവീസ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ വണ്ടി കയറണുള്ളൂ. വേൾഡ് കപ്പ് പരിപാടിയൊക്കെ ഇട്ടുകാണ്ട് നമ്മള് വെറും 55,000 റുപ്യക്ക് കൊടുക്കൂട്ടോ. 55,000 ഇത് പേപ്പറൊക്കെ ഗ്യാപ്പ് ഉണ്ട്. പേപ്പർ ഇപ്പൊ കറക്റ്റ് വേണം. ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് കട്ട് ചെയ്യണ്ട. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഓണർ മൂന്നാമത്തെ ഓണർ കേട്ടോ. 26 സെപ്റ്റംബർ വരെ പേപ്പറിൽ വണ്ടിട്ടോ. നിലവിൽ പേപ്പർ ഉണ്ട്, ടയർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ തുറക്കം ഉള്ളിൽ കാര്യമൊക്കെ തുറന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി തന്നെ. അടിപൊളി തന്നെ. 1996 മോഡൽ. 6 മോഡൽ പെട്രോൾ വണ്ടിയാണ്. 1996 ഇതാ. 96 മോഡൽ വണ്ടിയാണ്. 26 സെപ്റ്റംബർ പേപ്പറും ഉണ്ട്. എല്ലാം ക്ലിയർ ഇല്ല. നല്ല വൃത്തിയില്ല വണ്ടി. എത്ര 55,000 രൂപ? വെറും 55 റുപ്യക്ക് ഒരാൾക്ക് തന്നെ മാരുതിന്റെ പൈസക്ക് തന്നെ. മാരുതിന്റെ വേൽക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടാണ്ട് ഒക്കെ ഇട്ടുകാണ്ട് ക്ലിയർ ആക്കും. ആൾക്കാരെ ഡെലിവറി കൊടുക്കാം. എങ്ങോട്ട് കൊടുക്കൂലേ? അങ്ങോട്ട് 55,000 രൂപ തന്നില്ല, വെറും 55. അതെ. പക്ഷേ അടുത്ത അടിപൊളി വെള്ളിമൂങ്ങൊക്കെ നമ്മള് വല്ല അടുക്കലില്ല. പക്ഷെ ഇത് ആൾക്കാർക്ക് വാണ്ടികൾക്ക് ഓഫറിൽ കൊടുക്കട്ടോ. ഓഫറിൽ കൊടുക്കുന്ന വണ്ടിയാണ്. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ടാക്സ് അല്ല, പ്രൈവറ്റ്. ചെറിയ ആവശ്യക്കാർക്ക് കാറിന്റെ കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. 10-35 കിലോമീറ്റർ മൈലേജും കിട്ടും. കാറായിട്ട് പോവും ചെയ്യാം. ഒരു ഓട്ടോറിക്ഷന്റെ മാതിരി ഓടും ചെയ്യാം. എങ്ങനെ പറ്റില്ല. നല്ല വണ്ടി ട്ടോ. സിംഗിൾ ഓണർ 2017 വണ്ടി. 1,90,000 റുപ്യ കേട്ടോ. 1,90,000 രൂപയ്ക്ക് വെള്ളിമൂങ്ങ 5 പോകാൻ പറ്റില്ല. മോഡല് കൂടിയ 17 വണ്ടി കേട്ടോ. എവിടുന്ന് കൊടുക്കൂലല്ലോ. 35 കിലോമീറ്റർ മൈലേജ് കിട്ടോ. 35 ഡീസൽ വണ്ടിയാണത്. അതെ. ഓട്ടം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി സെയിൽസുകാർക്ക് പറ്റും. വീട്ടിലത്തെ ആവശ്യത്തിന് അത് കഴിഞ്ഞ ഓടും ചെയ്യാം. എല്ലാ പരിപാടിക്കും പറ്റിയ വണ്ടി. എത്ര ഓടിക്കുന്നത് വണ്ടി? ഇത് സിംഗിൾ ഓണറാണ്. ഓട്ടോ നമുക്ക് ചാവി ഇട്ട് നോക്കാം. കറക്റ്റ് നോക്കിട്ട് പറഞ്ഞു. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നല്ല വണ്ടിയില്ല. നല്ല വൃത്തിയിലാണ്. അതും ചെറിയ കായ്ക്കാണ്. ടയറ് കാര്യങ്ങൾ അതുണ്ട്. എല്ലാ പരിപാടിക്കാർക്കും പറ്റൂട്ടോ. വീട്ടിലത്തെ കാര്യത്തിന് ഓടാ, സെയിൽസുകാർക്ക് ഓടാ. സാധനം കൊണ്ടുപോകാം. സാധനങ്ങൾ കൊണ്ടുപോകാം. ആൾക്കാരെ കൊണ്ടുപോകാം. എല്ലാ പരിപാടി എന്തേലും വലിയ വ്യത്യാസം ചെറിയ എന്തേലും ഒക്കെ ചെയ്യാണ്ടോ നോക്കാം. ലോണൊക്കെ ഇതിമേ മാക്സിമം കയറും. ഫുള്ള് ഇല്ലെങ്കിലും എന്നാലും ഏകദേശമൊക്കെ ഒരു 10-50 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി ആണ്. അതെ, ഓരോ പ്രൊഫൈലിനനുസരിച്ചൊക്കെയാണ്. പിന്നെ ചിലപ്പോ 80%, ചിലപ്പോ 10-20 മതിയാവും. എങ്ങനെ കറക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. മൈലേജ് മോഡലും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. അതേമാതിരി ഇത് 2009, 29 ലാസ്റ്റ് വരെ പേപ്പറൊക്കെ അല്ലേ. VXI ZNSTലോ. അതായത് കെ സീരീസ് വരുന്നോ. 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. എത്ര ഓടിക്കണം? ഇത് 1,20,000 ഓട്ടം. പിന്നെ ഓണർഷിപ്പ് നോക്കണം. വലിയ പിന്നെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ല. VXI ആണ്. 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 1,30,000 നമ്മളെ റേറ്റ്. 1,30,000 കെ സീരീസ് വണ്ടി കേട്ടോ. 1,30,000 രൂപ അടിപൊളി വാഗനറിന്റെ ഇഞ്ചൻ വരുന്ന വണ്ടി കേട്ടോ. VXI ആണ്. ബാക്ക് പേപ്പർ, 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിംഗ് ഒക്കെ വരും. എല്ലാം വരുന്ന വണ്ടിയില്ല. ഈ മഴക്കാലത്ത് മഴ പേരും കൊള്ളാതെ ഓടാൻ പറ്റും. ചെറുവണ്ടികള് ഏത് വേണേലും വിളിച്ചോട്ടെ. ചെറുതും വലുതൊക്കെ നമുക്ക് ഏതാ വാണ്ടി വെച്ച് കൊടുക്കട്ടെ. സെറ്റായി കൊടുക്കൂലേ? ഒക്കെ ഓരോന്ന് ഇങ്ങനെ എല്ലാം വിടുന്നുള്ളൂ. കുറെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഗ്യാരണ്ടി കൊടുക്കാൻ ഗ്യാരണ്ടി 1,30,000 രൂപ അടിപൊളി കൊടുക്കാം. ലോൺ കയറോ VXI? ഇത് ലോണേര് എത്ര ഉറുപ്പ്യ എങ്ങനെയാലും കയറും. 10,000 മുടക്കിൽ വണ്ടി ഇറക്കാം. അതെ അതെ, 10 മിനിറ്റ് മൈലേജ് കിട്ടും. അത് ഗ്യാരണ്ടി. ഫുള്ളോളല്ല അടിപൊളി ഐറ്റം അല്ലേ? ഗ്രാൻഡ് ഐറ്റം പെട്രോള്. പിന്നെ 2014 മോഡല് 15 റൈസർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് നമ്മള് ചെറിയ വിലക്ക് 2,85,000 റുപ്യക്ക് 2,85,000 ലോണാക്കി ചെയ്ത് കൊടുക്കും. അടിപൊളി ഐറ്റം. പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഫുൾ ലോൺ കൊടുക്കാം. നല്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയിൽ 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്.
റീപ്ലേസ് എന്നാലേ ഇല്ല, ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആ മാഞ്ഞാളങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ലല്ല. ഇന്ത്യ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ആ, ലോൺ മാക്സിമം ഫുൾ ആണല്ലോ. പ്രൊഫൈൽ ഉഷാറാണല്ലേ? അതെ, പ്രൊഫൈൽ ഉഷാറാണ്, ഫുൾ ആണ്. അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ആർക്കും ചെയ്യാം. അതെ അതെ. ഗ്യാരണ്ടി വണ്ടി, സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയില്ല ഒക്കെ ഹിസ്റ്ററില്ല. അതെ. ഇതിപ്പോ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ആ, പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോ അത്യാവശ്യം മൈലേജ് വണ്ടി തന്നെയാണ്. ഐറ്റനെ ഒരു 18 കിട്ടും. 18 15 16 ആ ലെവലിൽ മൈലേജ് പറഞ്ഞു കൊടുക്കാം. 2,80,000 ഫുൾ ഓളല്ല, അടിപൊളി ഐറ്റം ഗ്രാൻഡ് കൊടുക്കാറല്ലേ? അതെ അതെ. ആൾക്കാരെല്ലാം ഡെലിവറി എടുക്കും, എവിടെ വേണേലും ഉണ്ട്. ആൾക്കാർ വന്നാ മതില്ലേ? അതെ. അല്ല റഷീഖ, പുതിയ മോള് വാഗണർ ചെറിയ കായ്ക്ക് ചെറിയ പൈസക്ക് പുതിയ മോഡൽ വാഗണർ വയ്ക്കണവർക്ക് 1,80,000 റുപ്യക്ക് 5 വർഷം പേപ്പറൊക്കെ ഉള്ള ഗ്യാപ്പില്ല വണ്ടി, അലവിയില് കാര്യം, ഏറ്റവും ഫുൾ ഓപ്ഷൻ, റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം. അതും ഗ്യാരണ്ടി വണ്ടി. 1 ലക്ഷം കറക്റ്റ് ഓട്ടോ ഹിസ്റ്ററി ഒക്കെ അല്ലേ, നല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല 10-30,000 റുപ്യന്റെ അലവിയില് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. കിഡ് കാച്ചി വണ്ടി VX ആയിട്ടാ. ഒരു അൾട്ടോന്റെ പൈസക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 1,80,000 രൂപക്ക് 2012 അൾട്ടോന്റെ പൈസക്കൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. AC പവർ സ്റ്റാരിങ് അലവിയിലുണ്ട്. AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഫോഗ് ലാമ്പ്, ഡിക്കി സ്പോയിലർ, എല്ലാം ഇല്ല വണ്ടി. എല്ലാ സംഭവം ഉള്ള വണ്ടി, എല്ലാം ഇല്ല വണ്ടി. ആൾക്കാർ വന്നോട്ടെ. വാഗണർ ചോദിക്കുന്നവരാണ്. വാഗണർ 17 മോഡൽ ഉണ്ട്. ടൈമൊക്കെ ഒരു 3-10 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടി അവിടെ കോഫി കളർ ഉണ്ട്. ഷിഫ്റ്റുകൾ വേണമെങ്കിൽ ഏത് ഐറ്റം ആണെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയില് നമ്മളത് കൊള്ളൂല. അതുകൊണ്ട് ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ. 5-8 ഷിഫ്റ്റുകളുണ്ട്. 11, 10, 12, 13 ഒക്കെ. ആൾട്ടോകൾ കുറെ ഉണ്ട്, വാഗണറുകളുണ്ട്, എസ്റ്റാറുകളുണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ. നമുക്ക് 1,80,000 റുപ്യക്ക് VXI 5 കൊല്ലം പേപ്പർ ഗ്യാപ്പ് ഒക്കെ ഉള്ള വണ്ടി, അലവിയില് കാര്യം, സെക്കൻഡ് ഓണർഷിപ്പ്, 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ്. 2010 മോഡൽ. 10 മോഡലാണ്. 5 കൊല്ലം പേപ്പർ ഉണ്ട്. ലോൺ ഇതിമേ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 1,80,000 ലോൺ ഏകദേശം 1.25-1.5 ഉള്ളില് നമുക്ക് എങ്ങനെയാലും ലോൺ കയറും. 50,000 മുടക്കിയ മാത്രം മതി. അതെ അതെ. അത് 4 അടിപൊളി അലവിയിലുള്ള ഗ്യാരണ്ടി വണ്ടി. 10 മൈലേജും കിട്ടും. അത് ഗ്യാരണ്ടി. അടുത്ത വണ്ടി കിടിലം കിടക്കാച്ച അൾട്ടോ കിടക്കണം. മുതലില് അൾട്ടോ, ഈ ജാതി അൾട്ടോ ഒന്നും കിട്ടൂല കേട്ടോ. നോക്കിക്കോളി, ആ ജാതി വണ്ടിയാണ്. 2012 80,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത കിഡ് കാച്ചി വണ്ടി. കിഡ്കാച്ചി പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേറെ നല്ലൊരു അൾട്ടോ കിഡ്കാച്ചി കിട്ടാണ്ടാവില്ല. അത് നമ്മള് നോണ അറിയാലോ, വന്ന് നോക്കിട്ട് പറഞ്ഞാൽ. നല്ല വൃത്തിയില്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. 1,40,000 റുപ്യ നമുക്ക് കൈക്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കട്ടെ. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അവിടെ ആ ബാക്കിലൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തളി. അതിലെ കറക്റ്റ് തന്നെ ആവുകൊണ്ട് പോകണ്ടത്. നല്ല സീറ്റ് കവർ ഉണ്ട്. പുതിയ മോഡൽ വണ്ടിയാണ്. 2012 ലാസ്റ്റ് വണ്ടി കേട്ടോ. നല്ല 13 എത്തും. അങ്ങനെ ഇതില് ഞാൻ പറഞ്ഞുതരാം. 2012 മോഡൽ, 2012 27 പേപ്പറും കാര്യമൊക്കെ അല്ല. നല്ല സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയില്ല. അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അൾട്ടോ വേണമെന്ന് അറിയുന്നവർക്ക് ഒരു 2012 1.5 ഉള്ളിൽ അൾട്ടോ വേണമെന്ന് അറിയുന്നവർക്ക് ഇത് ഗ്യാരണ്ടി ആയിട്ടാ കൊടുക്കാം. മോഡലും ഉണ്ട്. 2012 ഉണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. വലിയ ടച്ചിങ്ങും കാര്യമൊന്നും കയറാത്ത ഒറിജിനാലിറ്റി വണ്ടി. ഇപ്പൊ ഇവിടെ ഉണ്ടോ? നല്ല ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാണ്ടിയോല് വേഗം വിളിച്ചോളി, അപ്പഴേ കിട്ടുള്ളൂ. 1.40 നമുക്ക് നെറ്റ് ഇട്ടാണ്. 1.5 മാർക്കറ്റിൽ വേണ്ട 12 മോഡൽ. നമുക്ക് ലാഭമാണ്. ഏസിയും പവർ സ്റ്റാരിയും പവർ വിൻഡോ എല്ലാം ഉണ്ട്. ലോൺ കയറുമോ? ലോൺ ഇതിപ്പോ നമുക്കൊരു ഏകദേശം 20,000 റുപ്യന്റെ ബാക്കി ലോൺ ചെയ്തു. ഒരു 1,20,000 ലോൺ ചെയ്തു. ഗ്യാരണ്ടി ലോൺ. നല്ല അടിപൊളി കോഫി കളർ വാഗണർ 2017. ഒരു കൊല്ലം വരെ ഇഞ്ചത്തിന് നമ്മള് വാറന്റി കൊടുക്കുന്നുണ്ട് ഈ സാധനത്തിന്. ഒരു കൊല്ലം വരെ നമ്മള് കൊടുക്ക. എവിടെ കമ്പനിയിൽ കൊണ്ടുപോയിക്കോ അവർക്ക് പണിയെടുക്കാം. നമ്മള് നല്ല പിന്നെ മാരുതിന്റെ വണ്ടിയില് ഏൽപ്പിച്ചു കൊടുക്കും. ഗ്യാരണ്ടി കൊടുക്കും. 2017 മോഡല്. 17 മോഡല് 3,10,000 റുപ്യക്ക് 1 കൊല്ലം ഗ്യാരണ്ടി. അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ഓർക്ക് എന്തെങ്കിലും പ്രശ്നം ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇഞ്ചിന് ഗിയർ ബോക്സിനും ഒക്കെ ഗ്യാരണ്ടി ആണ്. 17 മോഡല് 3.10 റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിലാണ്. നല്ല വണ്ടിയാണ്. അടിപൊളി വാഗണർ ചോദിക്കുന്നവർക്കാണ് ഇത് കൊടുക്കാം.
കൊടുക്കാം. അതെ. എത്ര ഓടിക്കണെന്നാലേ? ഇത് 1,00,000 കിലോമീറ്റർ ആണ്. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് ടച്ച് സ്ക്രീനും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ടി വി മാറി സ്ക്രീനും വെച്ചു. അതെ, എല്ലാം ഉണ്ട്. ഏതാ വേണ്ടി പേപ്പർ നോക്കാം. ബാറ്റിന്റെ ഗ്യാരണ്ടി പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ. ഓണർഷിപ്പ് ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ. രണ്ടാമത്തെ ഓണർ കേട്ടോ. 2017 മോഡൽ 9 മാസം വണ്ടി കേട്ടോ. 9 മാസമാണ്. അതെ അതെ. ഒരു 3 മാസം കഴിഞ്ഞാൽ 18 ആവും. അതെ അതെ. അതെ. ആ ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടില്ല എവിടെയും കിട്ടൂല കേട്ടോ. അന്വേഷിച്ചിട്ട് പോന്നാ മതി. 3 ലക്ഷം. പിന്നെ ഇവിടെ വന്നിട്ട് കുറക്കാണ്ട് വെച്ചത് 3.5 ചോദിച്ചു വെക്കണ വണ്ടിയാണ്. നമ്മൾ 3,10,000 റുപ്യക്ക് 2017 വാറന്റി ഇല്ല വണ്ടി. വാറന്റി ഒരു വർഷം അല്ലെ 10,000 കിലോമീറ്റർ നമ്മൾ വാറന്റി കൊടുക്കും. ഇന്ത്യനും ഗിയർ ബോക്സ്. ഇത് 1,00,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. അങ്ങനെയുള്ള വണ്ടിയില്ല. നല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല ഏകദേശം ഒരു 25-30 ഉള്ളില് ചെയ്താൽ നമുക്ക് ലോൺ ചെയ്തോ. 15,000 മുടക്കി കഴിഞ്ഞാൽ വേഗം അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടി ആൾക്കാരെ കൊടുക്കും. ഡെലിവറി എവിടെ വേണേലും കൊണ്ടു കൊടുക്കും. ഗ്യാരണ്ടി ഇല്ല വണ്ടിയല്ലേ. എത്ര ബേജാറില്ല. പക്ഷെ അടുത്തുള്ള അടിപൊളി സ്വിഫ്റ്റ് ന്യൂ ടൈപ്പില് വണ്ടികൾക്ക് 2012 മോഡൽ കേട്ടോ. 12 മോഡൽ ന്യൂ ഷേപ്പില് 12-17 വരെ വരുന്ന ഷേപ്പില്. അതെ അതെ. ഇത് നല്ല വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത 1,35,000 കിലോമീറ്റർ. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. 3,15,000 റുപ്യ നമ്മൾ ചോദിക്കണം കേട്ടോ. 3,15,000. ഏകദേശം ഓപ്ഷൻ ഇത് VDI ആണ്. എസിയും പവർ സ്റ്റാരിയും പവറിന്റെ ഒക്കെ 4 ഡോർ വിൻഡോ ഒക്കെ വരും. എല്ലാം വരും. നല്ല ബോഡി ഷേപ്പില്ല ഒറിജിനാലിറ്റി വണ്ടി. അതെ അതെ. ഏതാ വണ്ടി വെച്ച് വന്ന് കൊണ്ടുപോയിക്കോളെ. 3,15,000 റുപ്യ. ഒരു 50,000 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3,15,000 റുപ്യ. ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 12 മോഡൽ നമുക്ക് ഹിസ്റ്ററി ഒക്കെ ഉള്ള 1,30,000 ഓട്ടോയിലെ സെക്കൻഡ് ഓണർ. വലിയൊരു ഓണർഷിപ്പ് ഒന്നും ആകാത്ത സ്വിഫ്റ്റ്. ഇനി ഫസ്റ്റ് ഓണർ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. 2011 ആണെങ്കിൽ ഉണ്ട്. 13 ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഏത് സ്വിഫ്റ്റാ വേണ്ടി വെച്ചാൽ വന്നത്. ഒന്ന് ഈ മയത്തുള്ളി ഇങ്ങനെ ചാടിയിട്ടില്ല പൊടിയാണ്. ഒന്നാ വാഷ് ചെയ്ത് കൊടുക്കും. അത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കില്ല. ഒരൊറ്റ വാഷിംഗ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാണ്ട്. നല്ല ക്വാളിറ്റി ലോൺ. ഇതുമേ ഒരു 50 റുപ്യാന്റെ ഉള്ളിൽ മുടക്കിയാണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. പ്രൊഫൈലും കാര്യമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 12 മോഡലാണ്. 3,15,000 റുപ്യ കൊടുക്കാം. മാക്സിമം ലോൺ 20 കിലോമീറ്റർ ഗ്യാരണ്ടി മൈലേജ്. വീഡിയോക്ക് മൈലേജും കിട്ടും. വീഡിയോ മൈലേജ്. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ്. വീണ്ടും ചില കഴിക്കലേ. ഇത് സിംഗിൾ ഓണർ വണ്ടി. 2011 പഴയ ടൈപ്പ് ആണെങ്കിൽ നല്ല ഗ്യാരണ്ടി. 1,00,000 കിലോമീറ്റർ. ടൈമിംഗ് ചെയിന് കാര്യമൊക്കെ മാറിയ വണ്ടി. എല്ലാം പണിയെടുപ്പിച്ച ഗ്യാരണ്ടി വണ്ടിയാണ്. പഴയ ടൈപ്പ് ഷിഫ്റ്റ് വണ്ടികൾ ഡീസൽ വണ്ടികൾ വേണമെങ്കിൽ കൊണ്ടുവരും. അങ്ങനത്തെ കൊടുക്കാൻ പറ്റില്ല. അതെ അതെ. ഏത് വണ്ടിയാ വണ്ടി വെച്ച് വന്നോട്ടെ. ഗ്യാരണ്ടി വണ്ടി ഒന്നാ കേക്ക് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവൂ. 1,00,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി കേട്ടോ. ഫുൾ ക്വാളിറ്റി വണ്ടി. ഫുൾ ക്വാളിറ്റി. സർവീസ് ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. ഇതിലുണ്ട്. ടൈമിംഗ് ചെയിന് കാര്യങ്ങളൊക്കെ മാറിയ വണ്ടി. സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറാണ്. ഓക്കെ. ഷിഫ്റ്റ് പഴയ മോഡൽ ചോദിക്കുന്നവരാണ് വന്നോളി കൊണ്ടുപോയിക്കോളൂ. അങ്ങനത്തെ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ ഏകദേശം ലോണും കിട്ടട്ടെ. ഇത് നമുക്ക് ലോൺ ചെയ്തു. ഇത് നമുക്ക് 2,40,000 റുപ്യ. ഫസ്റ്റ് ഓണർ വണ്ടി. 1,00,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. ടൈമിംഗ് ചെയിന് കാര്യമൊക്കെ മാറിയ വണ്ടി. ഉഷാർ. ഒന്നും നോക്കണ്ടല്ലോ. 100% ഗ്യാരണ്ടി വണ്ടി. 50,000 മുടക്കിലിറക്കുക. ആൾക്കാരെ ഡെലിവറി കൊടുക്കും. അതെ അതെ. നല്ല വൃത്തിയിലാണ്. നല്ല വൃത്തിയില്ല. നമ്മളെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് വണ്ടി ഈക്കോമന്നായിക്കോട്ടെ. അതെ. ലാസ്റ്റ് ഇത് 1ാം പാർട്ടിത്തെ ലാസ്റ്റ് വണ്ടി. ഇനി 2ാം പാർട്ടി നമ്മൾ അവിടുന്ന് തുടങ്ങി നമുക്ക് മറ്റേ ആടുന്ന്. ഇത് 2011 മോഡൽ ഈക്കോ AC വണ്ടി. നല്ല ഗ്യാരണ്ടി വണ്ടിയാണ്. ടയറ് കാര്യങ്ങളൊക്കെ ചെറിയ സെയിൽസുകാർക്കൊക്കെ പറ്റിയ വണ്ടി. 1,40,000 റുപ്യക്ക് നമുക്ക് ഈക്കോ കൊടുക്കാം. അതെ. ഗ്യാരണ്ടി. മേജർ ആക്സിഡന്റ് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഇത് ഓട്ടം 1 സംതിങ് എന്തോ ഓട്ടം ഉണ്ട്. നല്ല സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയിലെ ക്വാളിറ്റി വണ്ടിയാണ്. പെയിന്റിങ് കാര്യമൊക്കെ ഇപ്പൊ ചെയ്താണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഒക്കെ നമ്മൾ എടുത്ത് ഫുള്ള് ക്ലിയർ ആക്കി വൃത്തിയാക്കിയ വണ്ടി. ഈ ചെറിയ സെയിൽസുകാർക്കൊക്കെ കൊണ്ടുപോയാൽ മതി. അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ. ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. മേജർ ആക്സിഡന്റ്. AC ഒക്കെ വർക്കിംഗ് ഉണ്ട്. AC ഒക്കെ തണുപ്പില്ല വണ്ടി.
5 പോകാൻ പറ്റില്ല. 5, 6, 7 ഒക്കെ പോകാം. എത്ര പോവാ? കൊള്ളിച്ചിന് പോലെ എത്രയും കൊള്ളിച്ച സ്കൂൾ ട്രിപ്പും പോകാം. എല്ലാത്തിനും പറ്റില്ല. എല്ലാത്തിനും പറ്റും. ആൾക്കാർ ഒന്ന് ഇത് 1,40,000 40,000 കൊടുക്കാം. അതെ, കുറച്ച് കൊടുക്കോ? കുറച്ചെന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളും ചെയ്തോ. ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ മാക്സിമം ₹1 എങ്ങനെയാലും കയറേണ്ടിയാണ്. ലോണ് കയറും. 40,000 അടിപൊളി ഈക്കൾ കൊടുക്കാല്ലേ. നല്ല വൃത്തിയുള്ള 5 സീറ്റ് AC വണ്ടി. ആൾക്കാരുടെ ഡെലിവറി കയറി കൊടുക്കാല്ലേ. അല്ലേ? മൈലേജ് 15. മൈലേജ് ഏകദേശം ഒരു 15 കീപ്പട്ടൊക്കെ കിട്ടലുണ്ടാവുള്ളൂ. നമ്മളിത് കൊണ്ടുവന്നിട്ടില്ല. 15 മൈലേജ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കാണാം.